അസ്സലാമു അലൈക്കും. ആ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ വേദനയോടെ സേറയൊന്ന് പിടഞ്ഞു. ആ പിടച്ചിൽ അറിഞ്ഞ പോലെ റോഷൻ്റെ കൈകൾ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണീർ വീണ് അവൻ്റെ നെഞ്ചാകെ നനഞ്ഞു. കണ്ണ് തുറന്നു നോക്കിയതും സേറയുടെ മുടിയാണ് കാണുന്നത്. നെഞ്ചിൽ മുഖം വെച്ച് കിടക്കുന്ന അവളുടെ മുടി കെട്ടിവെച്ചതഴിഞ്ഞ് അവൻ്റെ നെഞ്ചിലും കഴുത്തിലും നിറഞ്ഞു കിടന്നു. കൈകൊണ്ട് മുടി കോതി മാറ്റി. റോഷൻ ഉണർന്നതറിഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കി. കരിഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ അവളുടെ നോട്ടം കണ്ടതും അവൻ്റെ നെഞ്ചിലൊരു വിങ്ങൽ നിറഞ്ഞു. സേറ, എന്താ? അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ ഒഴുകി. എന്താടാ, പറ എന്ന് ചോദിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തിയ ശേഷം അവളുടെ മുഖം അവൻ കയ്യിലെടുത്ത് ചുംബിച്ചു. പഴയതൊക്കെ കഴിഞ്ഞ് നീ ഇത്ര മുന്നോട്ട് പോയെന്നറിയോ സേറ? നമ്മളൊന്നായി. ഇനി ആ പഴയ കാര്യങ്ങളിൽ നിന്റെ മനസ്സെ കുരുക്കിയിടരുത്. സന്തോഷമായിരിക്കണം എപ്പോഴും. ഈ കണ്ണ് നിറഞ്ഞ് കാണുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു വേദനയാണ്. ഇനി ഈ കണ്ണ് നിറയ്ക്കരുത് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുകളിൽ വീണ്ടും വീണ്ടും അവൻ ചുണ്ടു ചേർത്തു. റോഷൻ, എന്നെ എന്താ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്തിനാ? അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ ചോദിച്ചു. മറുപടി പറഞ്ഞത് അവൻ്റെ ചുണ്ടുകളായിരുന്നു. സേറ, നിന്നെ കാണുന്നത് വരെ നീ ഏതൊരു സാധാരണ സ്ത്രീയെയും പോലായിരുന്നു. ഫർഹാന സിസ്റ്റർ എന്നതിലുപരി നിന്നെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. നിന്നെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞപ്പോൾ ഏതോ നിമിഷത്തിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു നിന്നു. നിന്നോടുള്ള ഇഷ്ടം എത്രയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേറ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഫൈസയുമായുള്ള വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് ആഗ്രഹിച്ചത് ഒന്നുമായിരുന്നില്ല ജീവിതം കാത്തുവച്ചത്. പക്ഷെ വൈകിയാണെങ്കിലും ആഗ്രഹിച്ച പോലെയുള്ളൊരു ഹിണയെ തന്നെ അനുഗ്രഹിച്ച ജീവിതത്തോട് അവൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. സേറയുടെ നോട്ടം താങ്ങാനാകാതെ റോഷൻ അവൾക്കരികിൽ നിന്ന് മാറിക്കിടന്നു. സേറ, ഇന്നലത്തെ രാത്രി ഞാൻ കോൾ എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ ആദ്യ ദിവസം തന്നെ നിനക്ക് ഓർക്കാൻ ഒരുപാട് മോശം അനുഭവങ്ങളായി അല്ലേ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. അതും പറഞ്ഞ് അവളെ എഴുന്നേറ്റ് ഫ്രഷാകാനായി പോയി. റോഷൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്കും. സേറ ഫ്രഷായി വന്നതും റോഷനെ മുറിയിൽ കാണാത്തത് കൊണ്ട് നമസ്കരിച്ച ശേഷം താഴേക്ക് പോയി. ബാൽക്കണിയിൽ പോയി നോക്കാൻ അവൾ ഓർത്തില്ല. വീട് ഉണരുന്നതേയുള്ളൂ. ആബിദുമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു. കപ്പിലേക്ക് കട്ടൻ ചായ പകരുന്ന അവരെ കണ്ടതും അവൾ ചിരിയോടെ അകത്തേക്ക് ചെന്നു. മോള് ഇത് ഉപ്പാക്ക് കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് ചായക്കപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഞാനോ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അതേ, നീ തന്നെ. സിറ്റൗട്ടിലുണ്ടാവും, മോള് ചെല്ലേ. ചായക്കപ്പുമായി അവൾ സിറ്റൗട്ടിൽ ചെന്നു. വായനയിലാണ് ഉപ്പ. എങ്ങനെ കൊടുക്കും എന്നൊരു ആദി അവളിൽ നിറഞ്ഞു നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പതുക്കെ വിളിച്ചു. ഉപ്പ, ചായ. അവളുടെ ശബ്ദം കേട്ടതും പത്രത്തിൽ നിന്നും മുഖമുയർത്തി നോക്കി. ആഹാ, മോളോ, വാ ഇരിക്കേ എന്ന് പറഞ്ഞ് അടുത്തുള്ള ചെയർ കാണിച്ചു കൊടുത്തു. ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചായക്കപ്പ് നീട്ടി. ഇന്നലെ ഇവിടെ എന്തൊക്കെയോ ഞങ്ങൾ അറിയാത്തത് നടന്നു. മോൾക്ക് ബുദ്ധിമുട്ടായി എന്ന് റിയ പറഞ്ഞു. മോളത് ക്ഷമിക്കണം കേട്ടോ. അദ്ദേഹം കപ്പ് വാങ്ങി നിലത്തേക്ക് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാൻ എങ്ങനെയൊന്നും കരുതിയില്ല. സേറക്ക് ഉപ്പയോട് ഒരടുപ്പം തോന്നി. ഓർമ്മകളിൽ എവിടെയും ഉപ്പായി ഇടപഴകുന്ന ഓർമ്മകളില്ല. ഉമ്മയും ഫർഹാനും മാത്രമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ കൂടെയുള്ളത്. ഫൈസിയുടെ വാപ്പ സ്വന്തം ഉപ്പയെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ റോഷൻ്റെ ഉപ്പ. ജീവിതം എന്തൊക്കെയാണ് വെച്ച് നീട്ടുന്നത് എന്നോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. റിട്ടയർ അധ്യാപകനായ ഖാലിദ് നാട്ടിലെ അറിയപ്പെടുന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. സേറ, മോളെ. തിരിഞ്ഞു തുടങ്ങിയ അവളെ സ്നേഹത്തോടെ വിളിച്ചു. പിന്തിരിഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ ഉപ്പ? അവൾക്കും അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും തോന്നി. മോൾക്കിവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം കേട്ടോ. ഞങ്ങളൊക്കെ സ്വന്തം ഉമ്മയുപ്പയാണ്. ഈ വീടും അങ്ങനെ തന്നെ. ചിരിയോടെ അദ്ദേഹം പറയുന്നത് അവൾ കേട്ടു. സേറ ചായ കുടിച്ചോ? ഇല്ല. എന്നാലേ പോയി ചായ കുടിക്കേ. ഒരു അപരിചിതത്വവും തോന്നണ്ട കേട്ടോ. ഇത് നിൻ്റെ വീട് തന്നെയാണ്. തല ചലിപ്പിച്ചുകൊണ്ട് മൗനമായി മറുപടി നൽകി അവൾ അടുക്കളയിലേക്ക് നടന്നു. ആബിദമ്മ ഒരു ട്രേയിൽ 3 കപ്പ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അടുത്തെത്തിയതും ട്രേ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി അതിൽ നിന്നും 1 കപ്പ് ഉമ്മയെടുത്ത് കയ്യിൽ പിടിച്ചു. മോൾക്കും ഷാനുവിനും ഉള്ളതാണിത്. അവനെ കാപ്പി ഇത് നിർബന്ധമാണ്. മോൾക്കോ? ഞാൻ 2 പേർക്കും കാപ്പിയാണ് എടുത്തത്.
ആ ഞാനും കാപ്പിയാണ് കഴിക്കാറ് എന്ന് ചിരിയോടെ പറഞ്ഞു. എന്നാൽ മോള് ചെല്ല്, ഞാൻ ആ പത്രം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ സിറ്റൗട്ടിലേക്ക് പോയി. സേറ അവരെ ഒന്ന് നോക്കിയ ശേഷം മുകളിലേക്കും പോയി. റോഷൻ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ബെഡ് വൃത്തിയിൽ ഒരുക്കിയിട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിയ ശേഷം ബാൽക്കണിയിൽ പോയി നോക്കി. അവിടെയും ആളില്ല. എവിടെ പോയി എന്ന ആലോചനയോടെ അവൾ വീണ്ടും മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് കണ്ണുകൾ ഓഫീസ് മുറിയിലേക്ക് നീണ്ടത്. അവളുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു. ഡോറിൽ തട്ടിയ ശേഷം അവൾ തുറന്ന് അകത്തേക്ക് കയറി. റോഷൻ അവിടെയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി എന്ന ആലോചനയോടെ അവൾ ആ മുറിയിൽ നിന്നും ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന ട്രേ ബാൽക്കണിയിൽ കൊണ്ടുവച്ച് തിരിഞ്ഞതും പിറകിൽ റോഷനെ കണ്ടതും അവളുടെ പിരികം കൂർത്തുവന്നു. എവിടെ പോയി എന്ന നോട്ടം ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ചുമലിയ ടവൽ കണ്ടാൽ അറിയാം കുളി കഴിഞ്ഞുള്ള വരവാണെന്ന്. എന്താ ഈ നോക്കി പേടിപ്പിക്കുന്നത്? തലയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ടാണ് അവനത് ചോദിച്ചത്. മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളികൾ കൈകൊണ്ട് തുടച്ച ശേഷം അവനെ ഒന്ന് നോക്കി. ശേഷം ട്രേയിൽ നിന്ന് ഒരു കപ്പെടുത്ത് അവന് നേരെ നീട്ടി. തണുത്തു പോകും, ഇത് കുടിച്ചോളൂ. അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങാതെ അവളുടെ ഉടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അപ്രതീക്ഷിതമായതിനാൽ അവളൊന്ന് ഉലഞ്ഞുപോയി. എന്താ, പേടിച്ചു പോയോ? അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചു. ഇല്ല, വെപ്രാളപ്പെട്ട് അവൾ മറുപടി പറഞ്ഞു. ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് വലതു കൈകൊണ്ട് കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കോഫിയാണല്ലോ അല്ലേ? അവളുടെ കവിളിൽ ചേർത്താണ് അവനത് പറഞ്ഞത്. അവൾക്ക് ആകെ ഇറിറ്റേഷൻ പോലെ തോന്നി തുടങ്ങി. ഇടുപ്പിൽ നിന്നും അവൻ്റെ കൈ എടുക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് സാധിച്ചില്ല. എൻ്റെ കോഫി ആറും എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് വേർപെടാൻ നോക്കിയെങ്കിലും അവൻ സമ്മതിച്ചില്ല. നമുക്കൊരു കപ്പ് കോഫി പോരെ എന്ന് ചോദിച്ച് അവൻ്റെ കയ്യിലിരുന്ന കോഫി കപ്പ് അവളുടെ ചുണ്ടോട് ചേർത്തു. അവൾ മുഖം വെട്ടിച്ച് അവനെ നിസ്സഹായതയോടെ നോക്കി. അവളുടെ പ്രവൃത്തിയിൽ നിന്നും അവൾക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായതും അവളുടെ ദേഹത്ത് നിന്ന് അവൻ കൈയെടുത്ത് ചെയറിൽ പോയിരുന്നു. സെയ്റ ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി. കോഫി പോലും എടുത്തില്ല. അവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് അവന് കോഫി കപ്പ് മാറ്റിവെച്ച് ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. സെയ്റ ബെഡിൽ മുഖം അമർത്തി കിടന്നു. റോഷൻ ചേർത്ത് പിടിച്ചതും കവിളിൽ ചേർത്ത നിമിഷം വരെ സന്തോഷം മാത്രമായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഫൈസിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. അതുമാത്രം മതിയായിരുന്നു മനസ്സിൻ്റെ സ്വസ്ഥത പോകാൻ. ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് കവിളും ചുണ്ടും ഉരസി പുക വലിച്ചുകൊണ്ട് മുഖത്തേക്ക് ഊതുന്ന ഫൈസിയുടെ ഓർമ്മ മാത്രം മതി സെയ്റയ്ക്ക് സ്വസ്ഥത പോവാൻ. പുക വലിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതു മുതൽ അവൻ അവളെ ദ്രോഹിച്ചത് ഇത്തരത്തിലായിരുന്നു. നിർബന്ധപൂർവം അവളെ കൊണ്ട് പുക വലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമച്ച് തളർന്നു വീഴുന്നത് നോക്കി തൊട്ടടുത്ത് ഇരുന്ന് പുകയോടെ രസിക്കുന്ന ഫൈസിയുടെ മുഖം അവളിൽ ഇപ്പോഴും ഭീതി ജനിപ്പിച്ചു. റോഷൻ സീറയ്ക്ക് പെട്ടെന്നെന്ത് സംഭവിച്ചുവെന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നു. പിന്നെ എഴുന്നേറ്റു. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നതാണെങ്കിൽ എന്ന ഒരാലോചന മനസ്സിൽ തോന്നിയതും അവൻ അവൾക്ക് അരികിലേക്ക് നടന്നു. റൂമിലേക്ക് കയറുമ്പോൾ അവളുടെ തേങ്ങലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. തൻ്റെ പ്രവൃത്തി അവളെ വിഷമിപ്പിച്ചു എന്നോർത്തതും അവന് സങ്കടം വന്നു. മുഖം ബെഡിൽ അമർത്തി കിടക്കുന്ന അവൾക്ക് അരികിലേക്ക് അവനിരുന്നു. സെയ്റ, എന്ത് പറ്റി? ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? ചുമലിൽ തൊട്ടുകൊണ്ട് വിളിച്ചു. അവൻ്റെ സാമീപ്യം മറിഞ്ഞതും അവളുടെ കരച്ചിൽ കുറഞ്ഞു. ശബ്ദമില്ലാതെ തേങ്ങുന്നത് അവൻ അറിഞ്ഞു. അവളുടെ ഉടൽ വിറകൊള്ളുന്നത് അവന് കാണാമായിരുന്നു. അവളുടെ ചുമലിൽ നിന്ന് കൈയെടുക്കാതെ അവളെ ആശ്വസിപ്പിക്കാനെന്ന പോലെ പതിയെ തലയോടി. റോഷൻ അരികിൽ വന്നിരുന്നത് മുതൽ അവൾ ശബ്ദമില്ലാതിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഇടയ്ക്ക് അറിയാതെ ശബ്ദം പുറത്തേക്ക് വന്നു. റോഷൻ തലോടുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൾ മുഖമുയർത്തി അവനെ നോക്കി. തന്നെ നോക്കിയിരിക്കുന്ന റോഷനെ കണ്ടതും അവൾക്ക് പ്രയാസം തോന്നി. അവനെയും താൻ വിഷമിപ്പിച്ചുവല്ലോ എന്നായിരുന്നു അവളുടെ പ്രയാസം. അവൾ എഴുന്നേറ്റ് റോഷൻ്റെ ചുമലിൽ തല ചായ്ച്ചിരുന്നു. റോഷൻ, എനിക്ക് പുക വലിക്കുന്നവരെ പണ്ട് മുതലേ ഇഷ്ടമല്ലായിരുന്നു. ആ സ്മെല്ല് എനിക്ക് തലവേദനയുണ്ടാക്കും. ഫൈസി പുക വലിക്കുന്നത് ഞാൻ കണ്ടിട്ടും അവനുമായുള്ള വിവാഹത്തിന് എന്തിനാ ഞാൻ സമ്മതിച്ചത് എന്ന് ഇപ്പോഴും അറിയില്ല. എനിക്ക് പുകവലി ഇഷ്ടമല്ല എന്നറിഞ്ഞതു മുതൽ എൻ്റെ മുഖത്തേക്ക് പുക വലിച്ച് പുകയൂതി വിടും. നിർബന്ധിച്ച് പുക വലിപ്പിച്ചിട്ടുണ്ട്. ശ്വാസം കിട്ടാതെ ചുമക്കുന്നത് സമയത്ത് വീണ്ടും സിഗരറ്റ് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് തരും. കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും ദയവ് കാണിക്കില്ല. കവിളിൽ ചേർത്ത് വെച്ചപ്പോൾ ആ ഓർമ്മകൾ വന്നു പെട്ടെന്ന്. വിഷമിപ്പിക്കണമെന്ന് കരുതിയതല്ല ഞാൻ. ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യുക? മറുപടി പറയാതെ അവളെ ചേർത്ത് പിടിക്കുകയാണ് അവൻ ചെയ്തത്. അവൻ്റെ കൈക്കുള്ളിൽ അവൾ ഒതുങ്ങി നിന്നു.
എങ്ങനെയാണ് ഒരാൾ മുറിവുണക്കുന്നത് എന്നവൾ അറിയുകയായിരുന്നു. മൗനം പോലും മരുന്നാകുന്ന മാന്ത്രികതയാണ് സ്നേഹമെന്ന തിരിച്ചറിവെന്ന് അവളുടെ സങ്കടങ്ങളെ പതിയെ അലിയിച്ചു കളഞ്ഞു. ഏറെ നേരം അവനിരുവരും അതേ ഇരിപ്പ് ഇരുന്നു. റിയ വന്ന ഡോറിൽ തട്ടും വരെ. സെയ്റയെ ചേർത്ത് പിടിച്ചാണ് അവൻ ഡോർ തുറന്നത്. ഗുഡ് മോർണിംഗ് നാത്തൂനെ. എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? വക്കീൽ നിയമം പറഞ്ഞ് പേടിപ്പിച്ചു തുടങ്ങിയോ? സെയ്റയുടെ ചുമലിൽ തട്ടിക്കൊണ്ടാണ് അവൾ ചോദിച്ചത്. റിയ. റോഷൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ചെവി പൊന്നാകുമെന്നറിയാവുന്നത് കൊണ്ട് റോഷനെ പിടികൊടുക്കാതെ സെയ്റയെ ചുറ്റിപ്പിടിച്ചു നിന്നു. നാത്തും പോയി മുഖം കഴുകി വായോ, നമുക്ക് താഴേക്ക് പോയി നോക്കാം. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് അറിയണമല്ലോ. സെയ്റയെ ബാത്റൂമിലൊക്കെ ആക്കി അവൾ ഡോറടച്ചു. ഷാനു. എന്താടോ? നിനക്ക് പണ്ടേ സെയ്റയെ കല്യാണം കഴിക്കായിരുന്നില്ലേ? എങ്കിൽ ആ മൊറതയെ 3-4 കൊല്ലം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസെന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒന്നാവാനാവും വിധി. പിന്നെ നിന്റെ മറുത ഇന്നലെ വിളിച്ചിരുന്നു. നിന്നെ പ്രത്യേകം അന്വേഷിച്ചു. ഉവ്വോ, ഞാൻ അവൾക്ക് വിളിച്ച് സുഖവരം അന്വേഷിക്കണമെന്ന് കരുതിയതാണ്. നിന്നെ വിളിച്ച സ്ഥിതിക്കിനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. റോഷന് അഭിമുഖമായാണ് റിയ സംസാരിക്കുന്നത്. സെയ്റ ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ സംസാരം നിർത്തി സെയ്റക്കരികിലേക്ക് ചെന്നു. വാ പോകാം എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് റിയ പുറത്തേക്ക് നടന്നു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെയ്റ തിരിഞ്ഞു നോക്കി. അവളുടെ നോട്ടം പ്രതീക്ഷിച്ച പോലെ റോഷനും അവളെ നോക്കി നിൽപ്പുണ്ട്. പൊയ്ക്കോ എന്ന് കണ്ണടിച്ച് കാണിച്ചു. ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ച് റിയക്കൊപ്പം അവൾ താഴേക്ക് പോയി. റോഷൻ സെയ്റയെക്കുറിച്ചും ഫൈസയെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി. സെയ്റയെ ഒരുപാട് വേദന അനുഭവിച്ച ഫൈസയോട് കടുത്ത വിരോധം തോന്നി. സെയ്റ എത്ര പാവാണ് എന്ന് വളരെ കുറഞ്ഞ സമയത്തിൽ മനസ്സിലാക്കാൻ അവന് സാധിച്ചത് കൊണ്ട് തന്നെ അവളെ വേദനിപ്പിച്ച ഫൈസയോട് ക്ഷമിക്കാൻ അവന് സാധിക്കുമായിരുന്നില്ല. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്തു വെക്കുന്ന സെയ്റയെ കണ്ടുകൊണ്ടാണ് റോഷൻ സ്റ്റെയർ ഇറങ്ങിയത്. അവൾ അവനെ കണ്ടിട്ടില്ല. ഒരു നിമിഷത്തേക്ക് മെഹ്റ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചാൽ മാത്രം ഇറങ്ങി വന്ന് കഴിച്ച പാത്രം പോലും എടുത്ത് കഴുകി വെക്കാൻ നിൽക്കാതെ മുറിയിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന മെഹ്റ. ഉമ്മയെ സഹായിക്കാൻ എത്രയോ തവണ പറഞ്ഞ് വഴക്ക് കൂടിയിരിക്കുന്നു. ഒരിക്കൽ പോലും അവളെ വീടിനെയോ വീട്ടുകാരെയോ വിലമതിച്ചിട്ടില്ല. അവളും ഞാനും മാത്രമായിരുന്നു അവളുടെ ലോകം. എന്താ വക്കീലെ, ഒരു ആലോചന? റിയ അവൻ്റെ മുഖത്തേക്ക് കൈ ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ ഇവിടെ നിന്ന് ഓടിക്കുന്നത് തന്നെയാണ് എൻ്റെ ആലോചന. എന്തേ എന്ന് ചോദിച്ച് അവളുടെ ചെവിയിൽ പിടുത്തമിട്ടു. ഉമ്മ എന്ന് വിളിച്ച് റിയ ബഹളം വെച്ചു. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന സെയ്റക്കും ചിരി വന്നു. എങ്കിലും അടക്കി പിടിച്ചു. സെയ്റ ചിരി അടക്കുന്നത് കണ്ട് റോഷന് സന്തോഷം തോന്നി. കുറച്ചു മുമ്പ് വിഷമിച്ചിരുന്ന ആളല്ലേ ഇപ്പോൾ ഇവരുടെയും ബഹളം കേട്ട് ആബിദുമ്മ വരുന്നത് കണ്ടതും റിയ നല്ല കുട്ടിയായ റോഷൻ്റെ ചുമലിൽ തല ചായച്ചു നിന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലല്ലേ എന്ന ഭാവത്തിൽ അവൾ റോഷനെ നോക്കി. സെയ്റ നോക്കി കാണുകയായിരുന്നു ഇരുവരെയും തമ്മിലുള്ള അടുപ്പം. അവൾക്ക് ഫർഹാനെ ഓർമ്മ വന്നു. അവനെ വിളിക്കണമെന്ന് തോന്നി. എങ്കിലും ആഗ്രഹം അടക്കി ഇരുവരെയും നോക്കി നിന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയതും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും റോഷൻ എഴുന്നേറ്റ് ഡോറിന് നേരെ നടന്നു. പുറത്തേക്കിറങ്ങിയ റോഷൻ്റെ കൂടെ വരുന്ന ആളെ കണ്ടതും സെയ്റ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. പരിസരം ഓർക്കാതെ റോഷനും വീട്ടുകാരും അടുത്തു തന്നെയുണ്ട് എന്ന് പോലും ഓർക്കാതെ ഫർഹാൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണിരുന്നു. സുഖാണോ നിനക്ക് സെയ്റ? മറ്റൊന്നും അവന് ചോദിക്കാനുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ. ഉമ്മിയും ഇഷയും അവരൊക്കെ സുഖമായിരിക്കുന്നു. നിനക്ക് സുഖമാണെന്ന് അറിയുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും. എന്തുണ്ടെങ്കിലും പറയണം കേട്ടല്ലോ. പറഞ്ഞോളാമേ, അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവരെ കണ്ടതും മൂവരും എഴുന്നേറ്റ്. നിങ്ങളെല്ലാവരും കഴിക്ക്. അവൻ സെയ്റയെ അവളുടെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തി. റോഷൻ കഴിക്ക് എന്ന് പറഞ്ഞ് അവനെയും സീറ്റിലിരുത്തി. ആര് വന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കേണ്ടതുള്ളൂ എന്നാണ്. അതും പറഞ്ഞ് അവൻ ലിവിംഗ് റൂമിൽ പോയിരുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ച് അവസാനിപ്പിച്ചു. റോഷനും ഉമ്മയും ഫർഹാനരികിൽ ചെന്നിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. സെയ്റ ഫർഹാനായി ചായയും പലഹാരവും എടുത്ത് ലിവിംഗ് റൂമിലേക്ക് നടന്നു. സെയ്റ വരുന്നത് കണ്ടതും ഉപ്പ അവർക്ക് 3 പേർക്കും സംസാരിക്കാൻ കാണുമെന്ന തോന്നലിൽ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. സെയ്റ അവൻ ചായ കുടിക്കുന്നത് നോക്കി ഫർഹാനരികിൽ തന്നെ ഇരുന്നു. തൊട്ടടുത്ത് തന്നെ റോഷനും. സെയ്റയുടെ മുഖത്ത് സന്തോഷം മാത്രം മതിയായിരുന്നു ഫർഹാൻ്റെ ഉള്ളം നിറക്കാൻ.
റോഷനൊപ്പം അവൾ സന്തോഷവതി ആകുമെന്നറിയാം. എങ്കിലും ഇനിയും അവളുടെ കണ്ണു നിറയുന്നത് കാണാൻ വയ്യ. എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഫർഹാൻ നിറഞ്ഞ മനസ്സോടെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഫർഹാൻ പോകുന്നത് നോക്കി വരാന്തയിൽ നിന്ന സേറയുടെ കൺകോണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഇത് മനസ്സിലായ റോഷൻ അവളെ ചേർത്ത് പിടിച്ചു. ഫർഹാനും കാറും കണ്ണിൽ നിന്ന് മറഞ്ഞതും ഇരുവരും അകത്തേക്ക് കയറി. സേറയെയും കൊണ്ട് റോഷൻ അടുക്കളയിൽ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഉപ്പ സാമ്പാറിനുള്ള പച്ചക്കറി നുറുക്കുന്നുണ്ട്. ഉമ്മ തോരന് വേണ്ട പച്ചക്കറി അരിയുന്നുണ്ട്. ഇരുവർക്കും ഇടയിലായി കിച്ചൺ ടാബിലിരുന്ന് റിയ ഉപ്പ നുറുക്കിയിടുന്ന ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും നോട്ടം കാണാത്ത ഭാവത്തിലാണ് ഭവതിയുടെ ഇരിപ്പ്. വാതിൽക്കൽ നിന്ന് റോഷനും സേറയും ആ കാഴ്ച നോക്കി ശബ്ദമില്ലാതെ ചിരിച്ചു. റിയ അവരെ കണ്ടതും ഒരു ക്യാരറ്റ് കൂടി എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അടി വീണിരുന്നു. കൈ വലിച്ചുകൊണ്ട് റിയ എഴുന്നേറ്റതും റോഷൻ പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോഴാണ് അവരിരുവരെയും ഉമ്മയും ഉപ്പയും കണ്ടത്. റോഷൻ്റെ അരികിൽ നിന്ന് പുഞ്ചിരിക്കുന്ന സേറയുടെ കാഴ്ച അവർക്ക് സന്തോഷം നൽകുന്നതാണ്. മെഹ്റയോടൊപ്പം ഇത്ര സന്തോഷത്തോടെ ഒരിക്കൽ പോലും അടുക്കളയിൽ എന്നല്ല ഈ വീടിനകത്ത് ഒരിക്കൽ പോലും ഞങ്ങളുടെ മകനെ കണ്ടിട്ടില്ലെന്ന് ഇരുവരും ആ നിമിഷം ഓർത്തു. ഞങ്ങളും കൂടട്ടെ എന്ന് പറഞ്ഞ് റോഷൻ സേറയുടെ കൈ പിടിച്ച് അവർക്കരികിലേക്ക് വന്നു. നിങ്ങൾ ആരും സഹായിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും മതി. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിട്ട് വാ. പുറത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വൈകിട്ട് പോവാം. ഇപ്പോൾ എല്ലാവർക്കും കൂടി ഓൺ റെഡിയാക്കാം. റോഷനും സേറയും ഓരോ ജോലികൾ ചെയ്തു തുടങ്ങി. റിയ ഉമ്മയോട് പിണങ്ങി മാറി നിന്ന് ക്യാരറ്റ് കഴിച്ചു തുടങ്ങി. പിന്നെ റോഷൻ ചിരകി വെച്ച നാളികേരം എടുത്ത് കഴിച്ചു. അതിൻ്റെ പേരിൽ ഇരുവരും വഴക്കിട്ടു. പിണങ്ങി പിന്നെ ഇണങ്ങി. ഇതൊക്കെ കണ്ട് സേറയുടെ മനസ്സ് നിറഞ്ഞു. എല്ലാം മറന്ന് റോഷനും വീട്ടുകാർക്കുമൊപ്പം അവരിൽ ഒരാളായി കൂടെ നിന്നു. എല്ലാവരും ഒന്നിച്ച് ഊണ് റെഡിയാക്കി. ഒന്നിച്ചിരുന്ന് കഴിച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള അടച്ച് സേറയും റോഷനും മുറിയിലേക്ക് പോയി. റിയ ഫോണുമായി അവളുടെ മുറിയിലും ഉമ്മയും ഉപ്പയും അവരുടെ ലോകത്തും. റോഷനൊപ്പം മുറിയിലേക്ക് നടക്കുമ്പോൾ സേറയുടെ മനസ്സ് നിറയെ ആലോചനയായിരുന്നു. എത്ര പെട്ടെന്നാണ് ഈ വീടും വീട്ടുകാരും പ്രിയപ്പെട്ടവരായി മാറിയത്. ഫൈസിയോടോ ആ വീടിനോടോ വീട്ടുകാരോടോ തോന്നാത്ത ഒരടുപ്പം ഇഷ്ടം ഒരു ദിവസം കൊണ്ടുണ്ടായതിൽ അവൾ അത്ഭുതപ്പെട്ടു. എത്ര വേഗമാണ് ഇഷ്ടങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് വെക്കുന്നത്. തനിക്കൊപ്പം നടക്കുന്നുവെങ്കിലും കാര്യമായ ആലോചനയിലാണെന്ന് സേറയെന്ന് അവന് മനസ്സിലായി. മുറിയിലെത്തിയിട്ടും അവളുടെ മുഖത്തെ ഭാവം മാറിയിട്ടില്ല എന്ന് കണ്ടതും അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്രതീക്ഷിതമായുള്ള റോഷൻ്റെ പ്രവൃത്തിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ പോയി ഇടിച്ചു നിന്നു. എന്താടോ ഇത്ര ആലോചന? അവളെ ഉറകെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൻ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല, വിറയലോടെ അവൾ പറഞ്ഞൊപ്പിച്ചു. നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? അവളുടെ ചെവിയിൽ ചുണ്ട് ചേർത്താണ് ഇത്തവണ അവൻ ചോദിച്ചത്. ആകെ പിടഞ്ഞു പോയി അവൾ. അവനിൽ നിന്ന് മാറാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈക്കുള്ളിൽ അവൾ കുരുങ്ങിക്കിടന്നു. സേറ! അവൻ്റെ ശബ്ദം കേട്ടതും അവൾ കൂടുതൽ തളർന്നുപോയി. അവൾ പ്രതികരണമില്ലാതെ നിറഞ്ഞു. സേറ! അവളുടെ മുഖം ഇരുകൈയിലും കോരിയെടുത്ത് അവൻ കണ്ണിലേക്ക് നോക്കി ഒന്നുകൂടി വിളിച്ചു. അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ അവൾ നോട്ടം പിൻവലിച്ചു. അവളുടെ മറുപടി കേൾക്കാനായി അവൻ വീണ്ടും വിളിച്ചു. എന്തോ അവൾ പോലും അറിയാതെ അവനുള്ള മറുപടി അവളിൽ നിന്ന് വന്നു. നിനക്ക് എൻ്റെ മാത്രമാകാൻ ഇനിയും സമയം വേണോ സേറ? അവൻ്റെ ചോദ്യത്തോടൊപ്പം അവളുടെ മുഖം അവന് നേരെ പിടിച്ചിരുന്നു. മറുപടി പറയുന്ന അവളുടെ മുഖം അവന് കാണാനായി. മറുപടി പറയാൻ ആകാതെ അവൾ നിന്നുരുകി. ഇനിയും സമയം വേണമെന്ന് എങ്ങനെ പറയുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. മൗനം സമ്മതമല്ലെന്ന് എനിക്കറിയാം. ഞാൻ കാത്തിരുന്നു കൊള്ളാം. നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവളുടെ മുഖമാകെ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു റോഷൻ. അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു. അവളുടെ ശബ്ദം കേട്ടതും അവൻ്റെ ചുണ്ടുകൾ നിശ്ചലമായി. അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ നിന്നു. കഴിഞ്ഞു പോയത് ആലോചിച്ച് കൂട്ടി റോഷന് വിഷമമുണ്ടാക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പോലും അറിയാതെ പഴയതൊക്കെ ഓർമ്മ വന്നു പോകുന്നതാണ്. എല്ലാം ഒന്ന് മറക്കുന്ന നിമിഷം വരെ എനിക്ക് സമയം തരൂ. റോഷൻ ഒന്നും പറയാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിനക്ക് എന്നാണോ പൂർണ്ണമായും എൻ്റേതാകാൻ സാധിക്കുന്നത് അതുവരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. നിൻ്റെ വേദനകളും വിഷമങ്ങളും എൻ്റേത് കൂടിയാണ്. നമ്മൾ ഒന്നിച്ച് എല്ലാം ഓവർകം ചെയ്യും. നീ ആ കാര്യം ഓർത്ത് വിഷമിക്കുകയോ വേണ്ട. സേറ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് എന്തെന്ന് ചോദിച്ചു.
ഒന്നുമില്ല, എന്നെ മനസ്സിലാക്കിയതിന്. റോഷൻ അവളെ അതുപോലെ ചേർത്ത് പിടിച്ച് ബെഡിലിരുന്നു. അവൻ്റെ ദേഹത്തോട് ചേർന്ന്. ഏറെ നേരത്തിന് ശേഷം സെഹ്റ റോഷനിൽ നിന്നും അടർന്നു മാറി ബാത്റൂമിൽ ഫ്രഷായി നമസ്കരിച്ചു തുടങ്ങി. റോഷനും എഴുന്നേറ്റ് ഫ്രഷാകാനായി ബാത്റൂമിലേക്ക് പോയി. നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയിൽ അവൾക്ക് പ്രാർത്ഥിക്കാനായിരുന്നില്ല ഉള്ളത്, നന്ദി പറയാനായിരുന്നു. തന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ട് തന്നതിന്, എക്കാലവും കൂടെ കാണണമേ എന്ന് പ്രാർത്ഥനയും. റോഷൻ ഇറങ്ങുമ്പോഴേക്കും അവളുടെ പ്രാർത്ഥന കഴിഞ്ഞിരുന്നു. സെഹ്റ, നമുക്കൊന്ന് പുറത്തു പോകാം, ഡ്രസ്സ് മാറിക്കോളൂ എന്ന് പറഞ്ഞ് അവളെ നമസ്കരിച്ച അതേ മിസലയിൽ അവനെ നമസ്കരിച്ചു തുടങ്ങി. വാർഡ്രോബ് തുറന്ന് ഒരു മെഹന്തി ഗ്രീൻ അനാർക്കലി സെറ്റ് എടുത്ത് കയ്യിൽ പിടിച്ച് അവൻ്റെ നമസ്കാരം കഴിയുന്നതും കാത്ത് അവളിരുന്നു. അവൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എഴുന്നേറ്റതും അവനരികിലേക്ക് ചെന്നു. നമുക്ക് റിയയെ കൂടി കൊണ്ടുപോവാം. അവൻ വാർഡ്രോബിൽ നിന്നും മാറിയിടാനുള്ള ഡ്രസ്സ് എടുക്കുകയായിരുന്നു. അവളുടെ ചോദ്യം കേട്ടതും അവൾക്ക് അഭിമുഖമായി നിന്നു. നമ്മളെല്ലാവരും നീ പോയി ഡ്രസ്സ് മാറിക്കോ. ചിരിയോടെ അവൾ ഡ്രസ്സുമായി ബാത്റൂമിൽ കയറി. റോഷൻ തിടുക്കപ്പെട്ട് ഡ്രസ്സ് മാറി താഴേക്ക് പോയി. ഉമ്മയെയും ഉപ്പയോടും റിയയോടും റെഡിയാൻ പറഞ്ഞ് തിരികെ മുറിയിലേക്ക് വന്നു. സെഹ്റ മുടി ചീകി കെട്ടിവെച്ച് ഷാൾ തലയിലേക്ക് ഇടുന്നത് നോക്കി റോഷൻ വാതിൽക്കൽ തന്നെ നിന്നു. കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി തിരിഞ്ഞു നിന്നപ്പോഴാണ് റോഷൻ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടത്. എന്തേ എന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു കൊണ്ടവൻ അവൻ്റെ അരികിലേക്ക് നടന്നു. സുന്ദരിയായി എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവളെ ചേർത്ത് പിടിച്ചു. ശേഷം അവളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സെൽഫി എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസായി ഇടുകയും ചെയ്തു. അവൾ ഇതൊക്കെ കണ്ട് ചിരിയോടെ അവൻ്റെ കൂടെ നിന്നു. സെഹ്റയുടെ തലയിൽ നിന്നും ഷാൾ അയച്ച് അവൻ അവളെ ഒന്നുകൂടി നോക്കി. ഈ ഷാൾ വേണമെന്ന് നിർബന്ധമാണോ നിനക്ക്? വേണം. അവളൊന്ന് മൂളി. ഷോൾ ഇടാതെയാണ് നിനക്ക് ഭംഗി എന്ന് പറഞ്ഞ് ഷോൾ എടുത്ത് അവളുടെ ചുമലിലുള്ള ഇട്ടുകൊടുത്തു. എന്നിട്ട് കണ്ണാടിക്ക് മുമ്പിലേക്ക് നിർത്തി. റൊമാൻസ് കഴിഞ്ഞെങ്കിലേ നമുക്ക് പോകാമായിരുന്നു. റിയയുടെ ശബ്ദം കേട്ടതും സെഹ്റ വെപ്രാളത്തോടെ അകന്നു മാറി. ഇവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞതും റോഷൻ എഴുന്നേറ്റതും അവൾ ഓടിക്കഴിഞ്ഞിരുന്നു. നമുക്ക് ഇറങ്ങിയാലോ? അവളെയും ചേർത്ത് പിടിച്ച് മുറിയിൽ നിന്നും ഇറങ്ങി. റിയ പറയുന്നത് കേട്ട് നീ ഡിസ്റ്റർബ് ആകണ്ട കേട്ടോ. ഈ ബഹളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. മെഹ്റയുമായി അത്ര വലിയ അടുപ്പത്തിലായിരുന്നില്ല, പക്ഷെ നിന്നോട് വലിയ കാര്യമാണല്ലോ. അതെന്താ അങ്ങനെ? ഞാൻ മെഹ്റ അല്ലാത്തത് കൊണ്ട്. മെഹ്റ എന്ന് കേൾക്കുമ്പോൾ ചെറിയ അസൂയുണ്ടല്ലേ? എന്തിനെ? എനിക്കൊരു അസൂയില്ല, പക്ഷെ അവളോട് നന്ദിയുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിന്. അവളുടെ മറുപടി കേട്ടതും അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു. വീട് പൂട്ടി എല്ലാവരും ചേർന്ന് കാറിലേക്ക് കയറി. ഉപ്പയും റോഷനും മുൻപിലും 3 പേരും പിറകിലും കയറി. ഇതേ സമയം മെഹ്റ റോഷൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് ആകെ ദേഷ്യവും സങ്കടവും നിറഞ്ഞ് കണ്ണീരോടെ കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് ചുമലിലേക്ക് വലിച്ചെറിഞ്ഞു. റോഷൻ എൻ്റേതാണ് എന്ന് പിറുപിറുത്ത് കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.